ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. നമ്മുടെ പഴയ ഹണ്ടിങ് വീഡിയോ ഇല്ലേ, അന്നേരം എനിക്ക് കിട്ടിയ ഒരു സ്റ്റിയറിംഗ് കവറാണ് ഈ സംഭവം. ഞാൻ നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, സാനിറ്റൈസൊക്കെ ചെയ്ത്. സ്റ്റിയറിംഗ് കവറോ അല്ലെങ്കിൽ നമുക്ക് ബക്കറ്റിൻ്റെ ആ ഒരു മൂടി കട്ട് ചെയ്തെടുത്തതോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമോ എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഇതുപോലെ തിന്നായിട്ടുള്ള കയറാണ്. അത് കുറച്ച് ഏറാണ് കേട്ടോ. ഞാൻ ഇതിൽ 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്, നമുക്കിതിൽ കയറൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഞാനൊരു ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത് ഗ്ലാസ് ബോട്ടിലല്ല, അത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പിന്നെ അതിൻ്റെ താഴെ വശത്ത് ഞാൻ ഒരു 4-5 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 വശത്തായിട്ട്. നടുക്ക് ഭാഗത്ത് ഹോൾ കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെറിയൊരു വയർ നമുക്കത് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു സ്റ്റിയറിംഗ് കവറ് നമുക്ക് ഈ ഒരു സൈസിൽ ഈ ഒരു ബോട്ടിൽ നമ്മളവിടെ ഫിക്സ് ചെയ്യും. അപ്പം അവിടെ മേളിലത്തെ ഏരിയയിൽ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതി വേണം നമുക്ക്, ആ ഒരു മെഷർമെൻറ്റിൽ വേണം നമുക്ക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം സ്റ്റിയറിംഗ് കവർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിങ് എന്തെങ്കിലും യൂസ് ചെയ്യാം, കുറച്ച് കട്ടിയുള്ള ടൈപ്പ്. ഇനി നമുക്ക് ഈ ഒരു കയറ് വെച്ചിട്ട് ഈ ഒരു സ്ട്രിങ്ങിൽ ചുറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് നന്നായിട്ട് മുറുക്കി ചുറ്റി കൊടുക്കണം. ആ ഒരു എൻ പോർഷൻ നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പോർഷൻ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് വലിക്കുമ്പോഴത്തേക്ക് ആ ഒരു മുറുക്കത്തോടു കൂടി തന്നെ നമുക്ക് അതവിടെ ചുറ്റിയെടുക്കാൻ പറ്റും. സോ ഞാൻ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു ഇതിങ്ങനെ വട്ടത്തിലിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പിരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മുറുക്കം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഗൺ നമ്മൾ തേച്ച് കൊടുക്കുക. എന്നാൽ ഒറ്റ സ്ട്രെച്ചിന് ചെയ്ത് കൊടുക്കുകയും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ് കേട്ടോ. ഞാൻ ചുറ്റി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് അവിടെ മുറുകിയിരുന്നോളൂ. ഇത് നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചുറ്റിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഞാനപ്പം കുറച്ച് ഏരിയ അതിൻ്റെ ഒരു 4-1 ഭാഗവും ചുറ്റിയെടുത്തു. അതിങ്ങനെ നീളത്തിലായിരുന്നു ഇതിൻ്റെ ഈ കയറ് കെട്ടുകൾ ഇട്ടിരുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായത്. ഞാനത് ഒന്ന് ചരട് ഫുള്ള് ഒരു ബോളാക്കി എടുത്തു. കണ്ടോ, ബോളാക്കി എടുത്തിട്ട് ഞാൻ ട്വിസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഈസി ആയിട്ട് അധികം ടൈം എടുക്കാണ്ട് തന്നെ ചുറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ ഏകദേശം ആ ഒരു റിങ്ങിൻ്റെ ചുറ്റൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഏരിയയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി നിൽക്കുന്ന ആ ഒരു എൻ പോർഷൻ നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നന്നായിട്ട് അവിടെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്യണം. അതിൻ്റെ ആ ഒരു ജോയിൻ്റ് അറിയാൻ മേലാത്ത രീതിയിൽ വേണം നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ റിങ് ഫുൾ സെറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബോട്ടിലെടുക്കാം. അതിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിൽ നിന്ന് തെന്നി പോവും. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് വരാതെ ആ ഒരു കയറ് വെച്ചിട്ട് ബോട്ടിൽ നന്നായിട്ട് വരിഞ്ഞ് കൊടുക്കണം. നന്നായിട്ട് പശ തേക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ ടിപ്പിൽ വന്നിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പീസിൽ നമ്മളത് ഫുള്ള് കയറ് വെച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു റിങ്ങിൻ്റെ നല്ലൊരു പോർഷൻ എടുത്തിട്ട് നമുക്കത് ആ ഒരു ബോട്ടിലിൻ്റെ പീസ് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അത് നമുക്ക് ആ ഒരു വയർ വെച്ചിട്ട് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു വയർ എടുത്തിട്ട് നമ്മൾ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ ബോട്ടിലിൻ്റെ അടിയിൽ. അപ്പം ആ ഒരു ബോട്ടിലിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കയറ്റി നമുക്ക് ആ ഒരു സ്ട്രിങ്ങിൻ്റെ മേളത്തെ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ആദ്യമേ ഒരു നോട്ടിട്ട് കൊടുക്കാം. നോട്ടിട്ടിട്ട് നന്നായിട്ട് അവിടെ സെക്യൂർ ആക്കിയിട്ട് വേണം മേളിലോട്ട് അത് ടൈ ചെയ്ത് കൊടുക്കാൻ.
അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സ്ട്രിങ് എടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വശത്തെ ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ അവിടെ വെച്ചിട്ട് അത് അവിടെയും സെക്യൂർ ആക്കി കൊടുക്കുക. നമ്മൾ ഈ സ്ട്രിങ് വെക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗമുണ്ട്. ഒന്നാമത് നന്നായിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ പോർഷൻ സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളും. രണ്ടാമത് നമുക്ക് മണി പ്ലാന്റ് പോലുള്ള ചെടികൾ നമുക്ക് ഇതിലേക്ക് കയറ്റി കൊടുത്തു വിടാം. ഈ താഴെ ഭാഗത്തെ ആ ഒരു ജോയിൻറ്റ് കാണാതിരിക്കാനായിട്ട് നമുക്ക് കയർ വെച്ചിട്ട് തന്നെ ചെറിയൊരു ഫ്ലവറോ എന്തെങ്കിലും ഒരു പാറ്റേൺ അവിടെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു വള്ളിയുടെ ഭാഗത്ത് നമുക്ക് ഈ ഒരു കയറിൻ്റെ പോർഷൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കയർ വെച്ചിട്ട് തന്നെ ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാം. അതിനാദ്യമേ ഞാൻ ആ ഒരു സ്ട്രിങ്ങിൽ കുറച്ച് ഗം തേച്ചിട്ട് അതൊന്ന് ചുരുട്ടി എടുക്കുക ചെയ്യുന്നത്. ശേഷം നമ്മൾ ആ ഒരു കയർ വെച്ചിട്ട് തന്നെ ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ഗം വെച്ച് ഒട്ടിക്കുക ചെയ്യുന്നത്. 4 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ പോലെയാണ് ചെയ്യുന്നത്, സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കത് ആ ഒരു താഴത്തെ ബോട്ടം പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഹോൾ ഏരിയ ഫുൾ കവർ ആയിക്കോളും. ഇനി നമുക്ക് മേളിൽ നിന്നുള്ള സ്ട്രിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയൊരു നോട്ട് ഇട്ടിട്ട് നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ളൊരു നോട്ടാണത്. പിന്നെ ആ ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് താഴത്തെ ആ ഒരു നമ്മൾ വയർ വെച്ച് ചുറ്റിയേക്കുന്ന ആ ഏരിയയിലേക്ക് ചുറ്റി കൊടുക്കാം. അതുപോലെ നമുക്ക് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതവിടെ ആ ഒരു വയർ അവിടെ ഹൈഡ് ആവുകയും നമുക്ക് പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് പ്ലാന്റിൻ്റെ വേര് കയറ്റി വിടാനായിട്ടും ആ ഒരു സ്ട്രിങ്സ് കയറ്റി വിടാനും നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഞാൻ 2 സ്ട്രിങ്ങും നമ്മുടെ ആ ഒരു വയറിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രെയിമിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം ഔട്ട്പുട്ട്. ഇനി നമുക്ക് ചെടി വെച്ച് കൊടുക്കണം. ഞാൻ മണി പ്ലാന്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തോട്ട് മണ്ണ് നിറച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ മണ്ണും കുതിർത്ത കൊക്കോപീറ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിനകത്ത് വളം ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആവശ്യമുള്ള വളം ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്ക് പ്ലാന്റ് എന്തെങ്കിലും ഡൈല്യൂട്ട് ചെയ്ത് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നീളമുള്ള സ്ട്രിങ്സും അതുപോലെ ബുഷിയായിട്ട് നിൽക്കുന്ന ചെറിയ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുമാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു സ്ട്രിങ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിമിലേക്ക് നന്നായിട്ട് ചുറ്റി കൊടുക്കാം. അതിനായി നമുക്ക് ആദ്യമേ നമ്മുടെ ആ ഒരു പോട്ടിൻ്റെ ഒരു അരഭാഗം മിച്ചം നമ്മൾ 3/4 ഭാഗത്തോളം മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് നീളം കൂടിയ സ്ട്രിങ്സ് ആയിട്ടുള്ള മണി പ്ലാന്റ്സ് നട്ട് കൊടുക്കാം. 2 വശത്തേക്കും കവർ ചെയ്യുന്ന രീതിയിൽ 2 നീളമുള്ള സ്ട്രിങ്സ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലെയർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ബുഷിയായിട്ടുള്ള ചെറിയ കട്ടിങ്സും വെച്ച് കൊടുക്കാം. അതൊന്ന് നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആവശ്യമെങ്കിൽ നമുക്ക് ആ ഒരു നീളമുള്ള സ്ട്രിങ്സ് നമുക്കതിലേക്ക് ടൈ ചെയ്തും കൊടുക്കാം, ചെറിയ നൂല് വെച്ചിട്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാളിൽ ഹാങ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിരിക്കുന്നതെന്ന്. ഞാനിപ്പം ഒരു ബേജ് കളറ് വോളിൽ ഹാങ് ചെയ്തു. ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് ആ ഒരു വോളിൽ. അതുപോലെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് പീസാണ്. ഞാനിപ്പോൾ ഇതൊരു സിറ്റ് ഔട്ടിലാണ് ഇട്ടത്. അപ്പം പക്ഷേ അത് ഒരു ഐ ലെവലിൽ നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ബേജ് കളറും ഗ്രീൻ കളറിൻ്റെ കോമ്പിനേഷനും കൂടെ ആ ഒരു വാളിന് ഭയങ്കര ഒരു ചേഞ്ചാണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കഴിയുമ്പം അതിൻ്റെ ഒരു ലുക്ക് വേറെ രീതിയിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.